വീടുമിക്ക് വീണാ? അത് വില്ലേജ് ഓഫീസറുടെ നമ്പർ കിട്ടിയില്ലേ? ആ വില്ലേജ് ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. വില്ലേജ് ഉണ്ട്, കൃഷി വകുപ്പും വില്ലേജും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷീറ്റ് മിക്കാണ് മൊത്തം. പെരയുടെ ഷീറ്റ് മൊത്തം ഇങ്ങോട്ട് വീണ് എടുത്ത് കുടഞ്ഞു കൊണ്ടുപോയിട്ടുണ്ട്. ജാതിയാണ് കൂടുതലും. 40. ജിഷയും മിനിയും നമുക്ക് ഈ വാർഡിൽ തന്നെ 15 പേരോളം പരിക്ക് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. 15 വീടത്തിൽ നമ്മുടെ ക്ഷേത്രം ഈ സൈഡ് ശരിക്കും 13-14 വാർഡിലാണ് കാറ്റ് നന്നായിട്ട് വീശിയേക്കുന്നത്. വീശിയെന്ന് മാത്രമല്ല ആളപായമില്ലേ. അമ്പലത്തിന്ന് വരായിരുന്നു. മുളക്കം കേട്ടു ഒക്കെ പോയി. അത്ര പെട്ടത് തന്നെ കണ്ണടച്ച് തുറക്കണേ. വീടിന്റെ മേലെ ഒന്നും പറ്റിയില്ല. വണ്ടിക്കും പറ്റില്ല. അപ്പച്ചനെ വയ്യാതെ കാലൊക്കെ വയ്യാതെ ഇരിക്കായിരുന്നു. വണ്ടി മാറ്റിയിട്ട് അവിടെ അപ്പച്ചൻ വയ്യാത്ത അപ്പച്ചനോട് നടന്നു. കാലം അവിടെ ഉണ്ട്. പുള്ളിക്ക് പോയല്ലോ, കാല് വയ്യല്ലോ. കുഴപ്പമില്ല, വരും. അമ്മ എന്തിനാ എന്തായാലും വേറെ ഇങ്ങനെ വന്നിട്ടില്ലേ കുണ്ടുപാടമില്ലേ? ആ പാടത്തുനിന്ന് ഇവിടെ നേരെ അങ്ങോട്ട് പോയി. 13-ലും 14-ലാണ് സംഭവിച്ചത്. അവിടെ കാറ്റ് തുടങ്ങിയിട്ട് ഇങ്ങനെ കാരണം ആൾക്കൊന്നും പറ്റിയില്ലല്ലോ. അവിടെ പറ്റിയിട്ടുണ്ട്. കൂട്ടാട അമ്പലമില്ലേ ആ ഭാഗത്ത് പറ്റിയിട്ടുണ്ട്. ഇല്ല വേണ്ട, കുഴപ്പമില്ല. നോക്കട്ടെ എന്തായാലും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നോക്കാം കേട്ടോ. നമുക്ക് അതീവ ഗുരുതരമായിട്ട് പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും അതുപോലെ തന്നെ കൃഷിനാശം വ്യാപകമായി സംഭവിക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രദേശം തന്നെ ഒരു 2-3 മിനിറ്റിലുണ്ടായ ഒരു ചുഴലിക്കാറ്റിൽ വലിയ തോതിലുള്ള നാശനഷ്ടത്തിന് ഇടയാക്കിയിട്ടുണ്ട്. നിരവധി വീടുകളുടെ മേലെ മരങ്ങൾ വീഴുകയും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആളുകളുടെ കൃഷി വലിയ തോതിൽ നശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൃഷി ഓഫീസ്, അതുപോലെ തന്നെ പഞ്ചായത്ത്, അതുപോലെ വില്ലേജ് ഓഫീസ് എല്ലാവരുടെയും നേതൃത്വത്തിൽ സ്ഥലങ്ങൾ പരിശോധിക്കുകയും ഇതിൻ്റെ അടിയന്തരമായിട്ട് നമുക്ക് റോഡ് പല ഭാഗങ്ങളിലും ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. റോഡിലേക്ക് ഉൾപ്പെടെ മരങ്ങൾ വീണ് കിടക്കുന്നു. അതുപോലെ തന്നെ വൈദ്യുതി ബന്ധം പല ഭാഗങ്ങളിലും വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. നിരവധിയായിട്ട് വൈദ്യുതി പോസ്റ്റുകൾ റോഡിലേക്ക് മറിഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഇതുപോലെ ഈ തടസ്സങ്ങളൊക്കെ അടിയന്തരമായിട്ട് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാവരുമായിട്ട് ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ടീം എത്തിയിട്ടുണ്ട്. അപ്പോൾ കൃഷി നാശം സംഭവിച്ചതും അതുപോലെ തന്നെ വീടുകൾക്കും മറ്റ് കെട്ടിടങ്ങൾക്കുമൊക്കെ സംഭവിച്ചിരിക്കുന്ന കേടുപാടുകളും അത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്
അതിൻ്റെ പരിശോധനകൾ നടത്തി നമുക്ക് ഇത് സർക്കാരിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം സംബന്ധിച്ച് ഇന്ന് തന്നെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും ഈ വിഷയം കൊണ്ടുവരുന്നതാണ്. ആളുകൾക്ക് അടിയന്തരമായിട്ട് ഈ സംഭവിച്ചിരിക്കുന്ന നാശത്തിന് അവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാകണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാവും.